നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാം ഇന്ന് ഓഫീസിൽ വന്നില്ലെങ്കിലും പ്രശ്നമില്ല, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. അത് സാരമില്ല സർ, ഞാൻ വന്ന ആദ്യം കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ. അത് ശരി. ഏട്ടാ എന്താ എന്തു പറ്റി? അതൊക്കെ എല്ലാം ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. എനിക്ക് ആ ജ്യേഷ്ഠൻ ഒന്ന് കാണണം, അവനെ ഞാനിന്ന് റെഡിയാക്കി. ഏട്ടാ എന്താ കാര്യം ഒന്ന് പറ. അഖി ഒന്നും പറഞ്ഞിരിക്കാൻ ഇപ്പൊ സമയമില്ല. അവൻ അബിയുടെ വീട്ടില് അവിടെ വലിയ വിഷയം ഉണ്ടാക്കുക. മോളെ ശ്രീകുട്ടിയെ പിടിച്ച് റൂമിൽ പൂട്ടിയിട്ടിരിക്കുക. ഇന്നത്തോടെ ആ ജ്യേഷ്ഠന്റെ അവസാനം. കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ആദ്യം ഞാൻ പോയി ആ പ്രശ്നം ഒന്ന് തീർക്കട്ടെ. അറിഞ്ഞേട്ടാ എന്താ കാര്യമെന്ന് ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. ശ്യാമ അത് ഏട്ടാ പറയേ കേക്കട്ടെ. അവിടെ ആ ജയേഷ് ഏട്ടാ സർ, ഈ അവസരത്തിൽ അരുണേണ്ണ അവിടെ ചെന്നാൽ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അരുണേണ്ണ തടയണം. ചെല്ല്. ഏട്ടനിപ്പോ ആ വീട്ടിൽ പോയാൽ ശരിയാവില്ല. അഖി ഞാൻ പോവാതെ പിന്നെ എങ്ങനെയാ? എനിക്ക് പോയേ പറ്റൂ. എന്റെ പൊന്ന് അരുണേട്ടാ, അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. അരുണേണ്ണ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ട. ശ്യാമേ, പിന്നെ എന്റെ മോള് അബി അവരാരാ നോക്കുക? ഏട്ടാ ഞാനും അഖിൽ സാറും ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ ഞങ്ങൾ അശ്വതീശയുടെ വീട്ടിലേക്ക് പോവാ. അതെ അരുണേട്ടാ, എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങൾ അത് പരിഹരിച്ച് തിരിച്ചു വരൂ. ഏട്ടാ എന്നെ അഖിൽ സാറിന് ഏട്ടന് വിശ്വാസം ഇല്ലേ? അശ്വതീച്ചി എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്വന്തം ചേച്ചി തന്നെയാ. ശ്രീകുട്ടി ഞങ്ങളുടെ മോളും. അക്കാര്യത്തിൽ അരുണേണ്ണ തർക്കമില്ലല്ലോ. ഏട്ടാ ഈ പ്രശ്നം ഞങ്ങൾ ഉറപ്പായിട്ട് സോൾവ് ചെയ്യും. അരുണേട്ടൻ ഞാൻ ഉറപ്പ് തരാം. ഏട്ട സമാധാനായിരിക്കും. എല്ലാം ഞാനും അഖിൽ സാറും ഏറ്റു. ശരിയാ, നിങ്ങൾ പറഞ്ഞതാ ശരി. ഞങ്ങൾ പോയിട്ട് വരാട്ടാ. ശമയപ്പാ ശ്രീകുട്ടി മോളെ. ശ്രീകുട്ടി എന്റെ മോളെ. ആ എസ് ഐയുടെ അമ്മേ പോയി മോളെ. ശ്യാമേച്ചി അഖിലങ്ങൾ ഓടിച്ചു വിട്ടു. ആണോ? നല്ല ശ്യാമേച്ചി. അപ്പോ ഉമ്മ എനിക്കില്ലേ? അങ്കിളിനുണ്ട്. അമ്മ എന്താ അവിടെ മാറി നിൽക്കുന്നേ? വരൂ. അമ്മേ ഇനി പേടിക്കണ്ട. ബാങ്കിൽ ബാക്കി അടയ്ക്കാനുള്ള തുകയും നമുക്ക് അടയ്ക്കാം. ഇനി അതോർത്ത് ടെൻഷനാവണ്ട. എന്താവശ്യമുണ്ടെങ്കിലും അമ്മ ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. ആത്മാർത്ഥമായിട്ടായി പറയുന്നേ, കേട്ടോ അമ്മ? ശരിയെന്നാ ഞങ്ങൾ ഇറങ്ങാം. പോവാണോ? ആ പോയിട്ട് അത്യാവശ്യമുണ്ട് മോളെ. അശ്വതീച്ചി ഞങ്ങൾ ഇറങ്ങട്ടെ. ശ്യാമൻ നിക്കട അവിടെ. ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? രാത്രി ഇത്രയും സമയം നീ എവിടെയായിരുന്നു അത് പറ. എനിക്കിപ്പോ അത് പറയാൻ മനസ്സിലെങ്കിലോ?
എന്നാലേ ശരിക്കും എന്റെ മമ്മി ആരാന്നറിയും. എന്നാ എനിക്കതൊന്നും അറിയണമല്ലോ. അതെടാ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൈ വിടാൻ. വ്യക്തമായ മറുപടി പറഞ്ഞിട്ട് നീ പോയാ മതി. ദേ, ഐശ്വര്യ നിന്റെ അമ്മയോട് കൈയെടുക്കാൻ പറയും. ഡാ, കൈയെടുക്കാൻ അതൊക്കെയാണ് നീ. കൈയെടുക്കാൻ നിങ്ങളല്ലേ കൈയെടുക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്താ ഈ എവിടെയാണ് ഉത്തരം നേരം? കൈയെടുക്കാൻ കൈയെടുക്കാനല്ലേ പറഞ്ഞു. നീ എന്താ കരുതി? ഐശ്വര്യ നിന്റെ എന്റെ അമ്മ മോൾക്ക് ചോദിക്കാൻ ഐശ്വര്യ, ആരുമില്ലെന്നോ? നിന്റെ അമ്മ എന്താ കാണിക്കുന്നത്? കൈയെടുക്കാൻ ചോദിക്കും നീ. ചോദിക്കും എവിടെയായിരുന്നു നീ? ചോദിക്കും എവിടെയായിരുന്നു? ഇവിടെയാണല്ലേ പറഞ്ഞത്. ചോദിക്കും പറഞ്ഞിട്ട് നീ പോയാ മതി. അയ്യോ. അയ്യോ, ഇവൻ എന്നെ കൊന്നേ. അയ്യോ ചേച്ചി. അമ്മ, ആരുടാ ഞങ്ങളെ തള്ളിയിട്ടത്? അയ്യോ. എന്താ ഇത്? നീ എന്താ ചെയ്തേ? താമസിച്ചു വന്നത് എന്താ ഏതാന്ന് എന്റെ മമ്മി ചോദിച്ചതിനാ ഈ ക്രൂരത ചെയ്തത്. എന്താ എന്താ ഇതൊക്കെ? ഇത്രയും നാള് മോളുടെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പതേ അമ്മയുടെ. എന്താടാ, ഞാൻ നിന്നെ ചോദ്യം ചെയ്തതാ തെറ്റ്? എനിക്ക് അതിനുള്ള അവകാശമില്ലേ? എന്റെ ഈ പൊന്നു മോളെ ഇവിടേക്ക് വെറുതെ കൈപിടിച്ച് ഇറക്കി വിട്ടൊന്നുമല്ല. 4 ആള് കാണുകെ ആർഭാടമായിട്ട് വിവാഹവും നടത്തി അതിനു വേണ്ട സ്വർണവും പണവും ഒക്കെ തന്ന് പ്രതാപത്തിലാ ഇവളെ ഇവിടേക്ക് അയച്ചത്. ഇല്ലേ? ഇല്ലെങ്കിൽ വസ്ത്രം എടുത്ത് പറയട്ടെ, അല്ലെങ്കിൽ ദാ അമൃതം നിൽക്കുന്നു അവള് പറയട്ടെ. ഇല്ല ശ്യാമേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഹോ, കണ്ടോ മമ്മി, ആരും ഒന്നും പറയുന്നില്ല. ഇവിടെ എല്ലാരും ഒറ്റക്കെട്ട, ഞാൻ മാത്രം ഒറ്റയ്ക്ക. പറ്റില്ല, അതിനി നടക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. വസന്ത എടുത്ത് പറയേ, ഇങ്ങനെയാണോ ഒരു മോനെ വളർത്തി വെച്ചിരിക്കുന്നത്? എന്നും എന്റെ മോളെ കണ്ണീര് കുടിപ്പിക്കാൻ ഇവൻ ആരാ അവകാശം കൊടുത്തേ? സുരഭി, അത് വേണ്ട, ന്യായീകരിക്കാൻ നിൽക്കണ്ട. ഈ വീടിന്റെ സംസ്കാരം എനിക്ക് മനസ്സിലായി. അല്ല, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ച? എനിക്കറിയാം, എല്ലാത്തിനും ഒത്താശ ചെയ്യുന്ന നീയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.